പാസ്റ്റ് പെർഫെക്റ്റ് ആണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത് കഴിഞ്ഞ കാലത്ത് പൂർത്തിയായ ഒരു കാര്യം പറയുന്നതിന്. അതായത് കഴിഞ്ഞ കാലത്തിൽ നടന്നതിൽ ആദ്യം സംഭവിച്ച കാര്യം പറയുന്നതിനാണ് പ്രധാനമായിട്ട് ഈ ടെൻസ് ഉപയോഗിക്കുന്നത്. കഴിഞ്ഞ കാലത്തിൽ നടന്ന ഒരു കാര്യം, ഇപ്പോൾ കഴിഞ്ഞ കാലത്തിൽ 2 കാര്യങ്ങൾ നടന്നു, അതിൽ ആദ്യം സംഭവിച്ച ഒരു കാര്യം പറയുന്നതിനാണ് പ്രധാനമായിട്ടും പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അതെങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. സബ്ജക്റ്റ് എഴുതും, ഹാഡ് എഴുതും, V3 എഴുതും. അപ്പോൾ സബ്ജക്റ്റ്, ഹാഡ്, V3. ഇവിടെ സബ്ജക്റ്റിൻ്റെ കൂടെ ഹാഡ്, ഏത് സബ്ജക്റ്റ് വന്നാലും ഹാഡ് ആണ് ഉപയോഗിക്കുന്നത്. ഹാഡ് എന്ന് പറഞ്ഞാൽ ഉണ്ടായിരുന്നു എന്നാണ് പ്രധാനമായിട്ട് അർത്ഥം. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് പ്ലസ് V3 നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നു, മൂന്നാമത്തെ ഫോം. അതാണ് ഇതിൻ്റെ ഇക്വേഷൻ. പിന്നെ ഇത് നമ്മൾ നെഗറ്റീവാക്കി എഴുതാൻ എന്ത് ചെയ്യും? സബ്ജക്റ്റ് എഴുതുന്നു, അതിൻ്റെ കൂടെ ഹാഡ് എഴുതുന്നു, നോട്ട് കൂടി ചേർക്കുന്നു, പ്ലസ് V3. അതുപോലെ ക്വസ്റ്റ്യൻ ആക്കാൻ ഹാഡ് എഴുതുന്നു, സബ്ജക്റ്റ് എഴുതുന്നു, V3 എഴുതുന്നു. അപ്പോഴും ഐ ഹാഡ് ഗോൺ, ഞാൻ പോയി കഴിഞ്ഞു, പോകപ്പെട്ടു, പോയിരുന്നു. സബ്ജക്റ്റ് പ്ലസ് ഹാഡ് നോട്ട് പ്ലസ് V3, ഐ ഹാഡ് ഇൻ ടു ഗോൺ, ഞാൻ പോയില്ലായിരുന്നു. ഹാഡ് പ്ലസ് സബ്ജക്റ്റ് പ്ലസ് V3, ഹാഡ് യു ഗോൺ, നീ പോയായിരുന്നോ, പോയി കഴിഞ്ഞിരുന്നോ. അപ്പം ഭൂതകാലത്തിൽ നടന്ന 2 കാര്യങ്ങളിൽ ആദ്യം പൂർത്തിയായ കാര്യം പറയുന്നതിനാണ് ഏത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ, ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. അപ്പം ഞാൻ ചെല്ലുന്നതാണ് രണ്ടാമത് നടന്നത്. ചെല്ലുന്ന മുമ്പേ ട്രെയിൻ പോയി. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, രണ്ടാമത് നടന്ന പ്രവൃത്തി, കഴിഞ്ഞ കാലത്തിൽ 2 പ്രവൃത്തികൾ നടന്നു, അതിൽ ആദ്യം നടന്ന കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഏത് ഉപയോഗിക്കുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അതാക്ക് ദ ട്രെയിൻ സബ്ജക്റ്റ്, അതിൻ്റെ കൂടെ ഹാഡ് ഉപയോഗിക്കുന്നു, ലെഫ്റ്റ് ഉപയോഗിക്കുന്നു. മനസ്സിലായോ? വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ, ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്, ട്രെയിൻ പോയി കഴിഞ്ഞിരുന്നു. പാസ്റ്റിൽ പൂർത്തിയായ ഒരു കാര്യം പറയാനാണ് പാസ്റ്റ് പെർഫെക്റ്റ് ഉപയോഗിക്കുന്നത്. അത് പ്രധാനമായിട്ടും പാസ്റ്റിൽ നടന്ന 2 കാര്യങ്ങൾ നടക്കുന്നതിൽ ആദ്യത്തെ കാര്യം പറയാൻ ഇത് ഉപയോഗിക്കുന്നു. ഇവിടെ വെൻ ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ, ഞാൻ സ്റ്റേഷനിൽ എത്തിയപ്പോൾ, എപ്പോഴാണോ എത്തിയത് അപ്പോൾ. ദ ട്രെയിൻ ഹാഡ് ലെഫ്റ്റ്. ഇങ്ങനെ പറയുമ്പോൾ രണ്ടാമത് നടന്ന കാര്യം സിമ്പിൾ പാസ്റ്റിലായിരിക്കും ഉപയോഗിക്കുന്നത്. ഇങ്ങനെ 2 കാര്യങ്ങൾ പറയുമ്പം ആദ്യത്തെ കാര്യം പാസ്റ്റ് പെർഫെക്റ്റിൽ പൂർത്തിയായെന്നും രണ്ടാമത്തെ കാര്യം സിമ്പിൾ പാസ്റ്റിലാണ്. ഐ റീച്ച്ഡ് ദ സ്റ്റേഷൻ, നമ്മൾ പാസ്റ്റ് സിമ്പിൾ പാസ്റ്റ് പഠിച്ചായിരുന്നല്ലോ. സബ്ജക്റ്റ് പ്ലസ് പാസ്റ്റ് ഫോം ഓഫ് ദ വെർബ് ഒബ്ജക്റ്റ്. അടുത്ത നോക്ക് ഉദാഹരണം. ദ ഷോപ്പ് ഹാഡ് ക്ലോസ്ഡ് വെൻ ഐ റീച്ച്ഡ് ദെയർ. ഷോപ്പ് ഹാഡ് ക്ലോസ്ഡ്, ഷോപ്പ് അടച്ചു കഴിഞ്ഞിരുന്നു. വെൻ ഐ റീച്ച്ഡ് ദെയർ, ഞാൻ അവിടെ എത്തിയപ്പോഴേക്കും ഷോപ്പ് അടച്ച് കഴിഞ്ഞിരുന്നു. വെൻ ഐ റീച്ച്ഡ് ദെയർ, ഞാൻ എത്തിയപ്പോൾ ഷോപ്പ് ഹാഡ് ക്ലോസ്ഡ്. മനസ്സിലായോ? അല്ലെ? നമുക്ക് 2 ഉദാഹരണങ്ങളും കൂടെ നോക്കാം. അതിൻ്റെ നെഗറ്റീവ് നോക്കാം. ഹി ഹാഡ് നോട്ട് ഫിനിഷ്ഡ്, ഹി ഹാഡ് ഇൻ ഫിനിഷ്ഡ്, അവൻ പൂർത്തിയാക്കിയിട്ടില്ലായിരുന്നു, പൂർത്തിയാക്കിയില്ല. ഹി ഹാഡ് ഡ്രാൺ എ പെയിൻറ്റിങ്, അവനൊരു പെയിൻറ്റിങ് വരച്ച് ഹി ഹാഡ് ഡ്രാൺ എ ഗുഡ് പെയിൻറ്റിങ്, അവൻ നല്ലൊരു പെയിൻറ്റിങ് ചിത്രം വരച്ച് കഴിഞ്ഞിരുന്നു. ഹി ഹാഡ് വോൺ എ മാച്ച്, അവനൊരു മത്സരം വിജയിച്ച് കഴിഞ്ഞു. ഹി ഹാഡ് സ്പെൻഡ് ഓൾ ദ മണി, അവൻ്റെ പണം മുഴുവനും ചിലവാക്കി കഴിഞ്ഞിരുന്നു. അപ്പോൾ ഐ ഹാഡ് കംപ്ലീറ്റഡ് മൈ ടാസ്ക്, ഞാൻ എൻ്റെ ജോലി പൂർത്തിയാക്കി കഴിഞ്ഞിരുന്നു. ബിഫോർ ഐ വെൻറ്റ് ടു സ്ലീപ്പ്, ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ്. ഇവിടെ ഐ വെൻറ്റ് ടു സ്ലീപ്പ് കണ്ടോ? സിമ്പിൾ പാസ്റ്റും ആദ്യം നടന്ന കാര്യം പാസ്റ്റ് പെർഫെക്റ്റ്. ഇതൊക്കെ ഇതിൻ്റെ കൂടെ നമ്മൾ വേറെ കാര്യങ്ങൾ പറയുമ്പോഴാണ് ആദ്യം നടന്ന കാര്യം പറയാൻ വേണ്ടി പ്രധാനമായിട്ട് ഉപയോഗിക്കുന്നത്. ഇത് വെറുതെ ഉദാഹരണം പറഞ്ഞാണ്. ഇത് പറഞ്ഞപ്പോൾ മനസ്സിലായി കാണുമല്ലോ. ഞാൻ ഉറങ്ങുന്നതിന് മുമ്പ് ഞാൻ എൻ്റെ ജോലി കഴിച്ചിരുന്നു. മനസ്സിലായോ?